അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് സജിത. വള്ളിക്കോട് മുട്ടിക്കുളങ്ങരയിൽ നിന്ന് സിനായി ധ്യാനേന്ദ്രത്തെ ഒരു ശുശ്രൂഷയെ കൂടിയാണ് ഞാൻ. അവിടുന്ന് വരുന്നു. എനിക്ക് കഴിഞ്ഞ മാസം ലാസ്റ്റത്തെ വെള്ളിയാഴ്ച ഞാനിവിടെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ എനിക്ക് 2 മാസത്തോളമായി ഒരു അലർജി ഉണ്ടായിരുന്നു. ചൊറിച്ചിൽ, ഭയങ്കരമായ ചൂട് പറ്റില്ല, ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചിലാണ്. അത് തൊട്ടാൽ പിന്നെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. ആശുപത്രി പോയി മരുന്നൊക്കെ തന്നു. ഡോക്ടർ ഒരു മേലെ പുരട്ടാനുള്ള മരുന്നും എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു സുഖവും അതുകൊണ്ട് തോന്നിയില്ല, കുറവുമില്ല. അപ്പോൾ ഞാൻ ആ വെള്ളിയാഴ്ച വീട്ടിൽ നിന്ന് കുളിക്കാൻ നിൽക്കുമ്പോൾ തന്നെ ഇത് ചൊറിച്ചിലായിരുന്നു. അപ്പം തന്നെ ഈശോയോട് സമർപ്പിച്ചു, ദൈവമേ ഇതെന്തൊരു പരീക്ഷണം, എനിക്ക് ചൊറിഞ്ഞിട്ട് വയ്യ, നിൽക്കാനിരിക്കാനൊന്നും വയ്യ. അപ്പോൾ ഇത് അച്ഛൻ ഇന്ന് ഡെലിവറീസ് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന വചനങ്ങളോടുകൂടെ ഞാൻ ചേർത്ത് വയ്ക്കുക. ഇന്ന് നീ ഇത് എടുത്ത് മാറ്റണേ, എനിക്ക് ഇരിക്കാനും നിൽക്കാനും ഒന്നിനും പറ്റണില്ല, ഇത് നിനക്ക് തന്നെ തിരിച്ചു തരാറുണ്ട്. ഞാൻ അന്ന് വിശ്വാസത്തോടെ ഞാൻ അന്ന് സമർപ്പിച്ചിട്ട് വന്നു. അന്ന് പോയ ശേഷം എനിക്ക് ഇന്നേ വരയ്ക്കും ആ ചൊറിച്ചിൽ ഉണ്ടായിട്ടില്ല. നല്ലൊരു സൗഖ്യം തന്ന ഈശോയ്ക്കും മാതാവിന് നന്ദി. അന്ന് എനിക്കിവിടെ പ്രാർത്ഥന സമയത്ത് സുഗന്ധാഭിഷേകം നന്നായിട്ട് മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് ലഭിച്ചു. പിന്നെ ഇന്ന് രാവിലെ അച്ഛൻ വന്ന് നമ്മുടെ ജപമാലയൊക്കെ കഴിഞ്ഞിട്ട് കുർബാനയ്ക്ക് ഒരുങ്ങുന്നതിൻ്റെ മുന്നേ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം കൊണ്ട് തിക്കുമുട്ടൽ വരുമായിരുന്നു. അങ്ങനെ ഞാനപ്പോൾ പറഞ്ഞത്, എന്ത് എനിക്കിങ്ങനെ നിൽക്കാനിരിക്കാനും പറ്റില്ല, എന്തോ ഒരു മണം കാരണം എനിക്ക് ശ്വാസം മുട്ടണ പോലെ തോന്നി. അമ്മ ഇതെന്താണെന്ന് ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഈ ചുറ്റും നമ്മൾ നിൽക്കുന്നതിൻ്റെ ചുറ്റും അമ്മ നടന്ന് എല്ലാ മക്കളുടെയും തലോടിയിട്ട് നടക്കുന്ന ഒരു ഇത് എനിക്ക് കാണിച്ചു തന്നു. അതിന് മാതാവിന് നന്ദി. പിന്നെ ഒരു പാൻ കാർഡിൻ്റെ ഇതുണ്ടായിരുന്നു, അതിന് അപേക്ഷ കൊടുത്തിട്ട് പാൻ കാർഡ് കിട്ടാനോട് തടസ്സം ഉണ്ടായിരുന്നു. തടസ്സം നന്നായിട്ടുണ്ട്. 8 മാസത്തോളം അതിന് ശ്രമിച്ചിട്ട് എനിക്കതിന് പോകാനും തോന്നണില്ല. അതില്ലാതെ ഒരു കാര്യം നടക്കില്ല. അപ്പോൾ ഈ ബുധനാഴ്ച പ്രേക്ഷിതരിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന ദിവസം ഞാൻ വന്നപ്പോൾ അത് ഈശോയോടടുത്ത് പറഞ്ഞു, ഞാൻ ഇവിടെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പോകുമ്പോൾ അവിടേക്ക് പോകും, അത് പോയിട്ട് എനിക്കത് ശരിയായാൽ ഞാനിവിടെ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞു. അതേപോലെ പോയതും ഒറിജിനലായിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ് നമ്പർ കിട്ടുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഒറിജിനലായിട്ടുള്ളത് തന്നെ കിട്ടി. അന്ന് ഞാൻ ഈശോയ്ക്ക് നന്ദി പറഞ്ഞു, ഇവിടെ പറയാമെന്ന് പറഞ്ഞു. ഈശോയ്ക്കും മാതാവിന് ഒരുപാട് നന്ദി.